വിപിൻ, ഏറ്റവും നെഞ്ചിടിപ്പോടുകൂടി നമ്മൾ കാത്തിരിക്കുന്ന ഒരു പത്രികാ സമർപ്പണം വി ഡി സതീശന്റേതാണ്. അവസാന ഘട്ടത്തിൽ മാറ്റിവെച്ചിരിക്കുന്നു. എന്താണ് കാരണം പറയുന്നത്? തള്ളാനും കൊള്ളാനുള്ള സാധ്യതകൾ എന്തൊക്കെയാണ്? നമുക്ക് ഏറ്റവും പുതുതായി ലഭിക്കുന്ന ലേറ്റസ്റ്റ് അപ്ഡേറ്റുകൾ വി ഡി സതീശന്റെ പത്രികയുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ വിവരങ്ങളാണ് വിപിൻ സി? സൂക്ഷ്മ പരിശോധനയ്ക്ക് ഇപ്പോൾ രാവിലെ എടുത്തിരുന്നു. അതിനുശേഷം അത് വിശദ പരിശോധനയ്ക്ക് വേണ്ടി മാറ്റിവെച്ചിരിക്കുകയാണ്. ഇതാ ഒരു 3:15 കൂടി തന്നെ വിശദ പരിശോധന ആരംഭിക്കുമെന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ അറിയുന്നത്. പറവൂരിലെ UDF സ്ഥാനാർത്ഥിയും പ്രതിപക്ഷ നേതാവുമായ വി ഡി സതീശന്റെ പത്രിക തള്ളണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് LDFന്റെ സ്ഥാനാർത്ഥിയായിട്ടുള്ള ET ടൈസൺ മാഷാണ് ഇതുപോലെ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിച്ചത്. അതിൽ പറയുന്നത് പ്രധാനമായും 4 കാരണങ്ങളാണ്. അതിൽ ഒന്നാമത്തെ കാരണം ഈ ഒരു വരുമാന സ്രോതസ്സുമായി ബന്ധപ്പെട്ടിട്ടൊരു വ്യക്തതയില്ല എന്നുള്ളതാണ്. ഒപ്പം തന്നെ അഡ്വക്കേറ്റ് എന്നാണ് കാണിക്കുന്നത്. അഡ്വക്കേറ്റാണ് എന്നുണ്ടെങ്കിൽ തന്നെ അതിൽ വരുമാനമുണ്ടായിരിക്കും. ഈ വരുമാനത്തെക്കുറിച്ച് ഒരു ഫോമിലും അതേ സംബന്ധിച്ച് ഒന്നും തന്നെ പറയുന്നില്ല. മറ്റൊന്നുള്ളത് സ്വർണത്തിൻ്റെ വാല്യൂ കുറച്ച് കാണിച്ചു എന്നുള്ളതാണ്. അതായത് ഏകദേശം 46 ലക്ഷം രൂപയുടെ സ്വർണ്ണമുണ്ടെന്നാണ് കാണിച്ചിരിക്കുന്നത്. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ പേരിൽ തന്നെ 147 പവൻ്റെ സ്വർണ്ണമുണ്ട്. അങ്ങനെയാണെങ്കിൽ 1 ലക്ഷം രൂപ വെച്ച് നോക്കുകയാണെങ്കിൽ പോലും 1 കോടിക്ക് മുകളിലേക്ക് തുക പോയിരിക്കുന്നു. അപ്പോൾ വളരെ സ്വർണത്തിന് വാല്യൂ കുറച്ച് കാണിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഒരു പരാതി. മറ്റൊന്നുള്ളത് ഔദ്യോഗിക വാഹനത്തിന് തന്നെ 2 പിഴ ഇപ്പോഴും കിടക്കുകയാണ്. ഇന്ന് രാവിലെ വരെ അത് പിഴയൊടുക്കിയിട്ടില്ല എന്നുള്ളതാണ്. അങ്ങനെ സർക്കാരുമായും അല്ലെങ്കിൽ സ്റ്റേറ്റുമായി അത്തരത്തിലുള്ള ഒരു ബാധ്യത പാടില്ല എന്നുള്ളത് കൂടിയുണ്ട്. ഇങ്ങനെ 4 കാരണങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഈ പത്രിക തള്ളണം എന്നുള്ളത് പറഞ്ഞിരിക്കുന്നത്. അതിനുള്ള പരാതികളും ഒപ്പം തന്നെ അതിനുള്ള മറുപടിയും എഴുതി നൽകാനാണ് വരണാധികാരി ഇപ്പോൾ സമയം അനുവദിച്ചിരിക്കുന്നത്. അങ്ങനെ എഴുതി നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ് അറിയുന്നത്. അതിൽ പ്രധാനമായും പറയുന്നത് ഈ സ്വർണത്തിൻ്റെ കാര്യത്തിൽ അത് 2021 വാല്യൂ വെച്ചിട്ടായിരുന്നു. അതിനുശേഷം ഒരു അപ്ഡേഷൻ ആ സ്വർണത്തിൽ നടത്തിയിട്ടില്ല എന്നുള്ളതിനപ്പുറമായി അതിൽ മറ്റൊന്നുമില്ല. അത് അന്നത്തെ ഒരു വില വെച്ചുകൊണ്ടാണ് ഇപ്പോഴും പത്രിക സമർപ്പിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അത് അപ്ഡേറ്റ് ചെയ്താൽ മതി എന്നുള്ളതും പറയുന്നു. ഇത്തരത്തിൽ ഓരോന്നിനുമുള്ള കാരണങ്ങളും എന്തുകൊണ്ടത് അങ്ങനെ സംഭവിച്ചു എന്നതിനെ സംബന്ധിച്ചും വിശദമായി നൽകിയിട്ടുണ്ട്. ഇനി വരണാധികാരിയുടെ വിവേചനാധികാരമാണ്. അത് ഉപയോഗിച്ചുകൊണ്ട് തന്നെ അല്പസമയത്തിനുള്ളിൽ ആ പത്രികയുമായി ബന്ധപ്പെട്ടുള്ള ഒരു വിവരം വരും എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ നമ്മൾ അറിയാൻ കഴിയുന്നത്. ഇപ്പോൾ കലക്ടറേറ്റിലാണ് നിൽക്കുന്നത്. അല്പസമയത്തിനകം തന്നെ ആ പത്രികയുടെ വിശദ പരിശോധന ആരംഭിക്കുകയും ചെയ്യും. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.